കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്ര ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടിയ സാലറിയോട് കൂടി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 18 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. 10 വർഷമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അങ്ങനെ 4 ഇൻ്റർവ്യൂവിലും പോയി. പക്ഷേ നമുക്ക് എല്ലാവരും പറയും പാസ്സാവും, പക്ഷേ അത് നമുക്ക് പാസ്സായില്ല. അപ്പോൾ അതിനുശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കമ്പനി തന്നെ ചെറിയൊരു മാറ്റം വരുത്തി. ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ഓൾ പ്രൊമോഷൻ കൊടുത്തു. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ലോണിൻ്റെ ബാധ്യതയായിരുന്നു. 15 ലക്ഷം ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 2016 കാലഘട്ടത്തിൽ. ആ സമയത്ത് കൊറോണ വന്നു. പിന്നെ ലോൺ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ 15 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 24 ലക്ഷം രൂപയായി. അപ്പോൾ ഞാൻ എങ്ങനെ അടച്ചാലും എനിക്ക് ആ 24 ലക്ഷം തീർക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. പുതുക്കി കഴിഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചു. അപ്പോൾ ബാങ്കിൽ മാനേജർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ ജപ്തി നടപടികൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത്, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെയും ജപ്തി നടപടികൾ നടന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അതിശയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അത് നീട്ടി കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ വന്ന അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ സാക്ഷ്യം പറയണം, അതായത് ലോണ് ജപ്തി നടപടിയിൽ നീട്ടി കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിപ്പോൾ പറയണ്ട, നിങ്ങളുടെ ലോണെല്ലാം അടച്ച് വീട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരം കയ്യിൽ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ 24 ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് ആധാരം കയ്യിൽ കിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ എത്ര വർഷം വർക്ക് ചെയ്താലും ഈ 24 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയും കൂടി കൂട്ടുപലിശയായിട്ട് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര അടച്ചാലും അതിൽ പലിശയ്ക്കേ പോവുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു. ലാസ്റ്റ് മന്ത് വന്നപ്പോൾ എനിക്ക് ജോസഫച്ചനെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ജോസഫച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപം തന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വീടിൻ്റെ അവിടെ കുഴിച്ചിടുക, എന്നിട്ട് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ല. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർക്കൊരു അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി, ഞാൻ അമ്മയും കൂടിയിട്ട് ഇത് ചെയ്തു. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വ്യക്തി സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ബാങ്കിൽ പോയി സെറ്റിൽമെൻറ്റ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ 24 ലക്ഷം കൊടുത്ത് ബാങ്കുകാർ എനിക്കത് 20,89,000 രൂപ, അതായത് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 21 ലക്ഷം രൂപ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, ആധാരം കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അപ്പനും കൂടി ബാങ്കിൽ പോയി. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അമ്മയുടെ ബാഗിൽ വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പുണ്ട്. അപ്പോൾ ബാങ്ക് മാനേജറുടെ ടേബിളിൻ്റെ അവിടെ അമ്മ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാക്സിമം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കഴിച്ച് 20,89,000 സെറ്റിലായി. ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ 21 ലക്ഷം. 1 മണിക്കൂർ എൻ്റെ കഥകളെല്ലാം കേട്ടു. അപ്പോൾ എനിക്ക് ബാങ്കിൽ മാത്രം ഇത്ര എമൗണ്ട് ഉണ്ട്, ഇത് കൂടാണ്ട് എനിക്ക് 10-15 ലക്ഷം രൂപ വേറെ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു, ജോസഫിൻ്റെ 21 ലക്ഷം രൂപ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്യാം. പിന്നെ അതേമാതിരി എനിക്ക് കുറച്ച് കുറികളുണ്ട്, വിളിക്കാത്ത കുറികളുണ്ട്. അപ്പോൾ ആ കുറികളെല്ലാം വിളിച്ചിട്ട് ഈ ആധാരം അവിടെ വെച്ചിട്ട് നിൻ്റെ ബാധ്യത എല്ലാം തീർക്കുക, നീ സമാധാനമായിട്ട് ഇരിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഞാൻ അമ്മച്ചോട് അപ്പനോടും വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഭയങ്കര ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോസഫ് നിൻ്റെ ആധാരം നീ എടുത്തിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി മൂന്നാമതാകുമ്പോഴേക്കും 3 മാസത്തിനുള്ളിൽ, കഴിഞ്ഞ വർഷം മാർച്ച് 25-ാം തീയതി 2024 ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. കറക്റ്റ് ഇന്നേക്ക് 1 വർഷം 22-ാം തീയതി മാർച്ചിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ 2 കാര്യങ്ങൾ നടന്നു. അമ്മമാതാവിന് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ വീട്ടിൽ അച്ഛൻ പറഞ്ഞ പ്രകാരം നമ്മൾ അത് കുഴിച്ചിട്ടിട്ടാണ് ഉപ്പ് വിതറി നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ ഈ വ്യക്തിനെ കാണാനായിട്ട് പോയത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അപ്പനും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്, ഞങ്ങൾ ഇങ്ങനെ കഴിക്കും. അപ്പം അമ്മ അന്നും പറയായിരുന്നു, അമ്മ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ വീട് കൊണ്ടുപോകും. അപ്പം നമ്മൾ നമ്മോട് പറയും അതൊക്കെ ശരിയാവും, അമ്മയ്ക്ക് എപ്പോഴും ഇതിനെ പറയാനുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ആ അമ്മയാണ് എനിക്ക് കൃപാസന മാതാവിനെ കാണിച്ചു തന്നതും. ഇങ്ങനെ കൃപാസന മാതാവ് ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ എല്ലാവരും പറയണോളം നമ്മൾ കുറേ ട്രോളുകളും ഇത് കണ്ട കാരണം നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ധ്യാനങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ധ്യാന കേന്ദ്രത്തിനൊന്നും ഒരു ഇതില്ല, എല്ലായിടത്തും ധ്യാന കേന്ദ്രം ഉണ്ട്. അപ്പോൾ നമ്മൾ പോവും, ആ 1-2 ദിവസം നമ്മൾ ആ വിശുദ്ധ പാതയിൽ പോവും, പിന്നെയും പഴയ പോലെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി, ഇനിയിപ്പോൾ അടുത്തത് 4ാമത്തേണ് പുതുക്കാൻ വരുന്നത്. അപ്പോൾ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപാനം പൂർണ്ണമായിട്ട് ഞാൻ നിർത്തി. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യും. പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുവരുന്ന പത്രങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കൊടുക്കും. അപ്പോൾ അതിലിപ്പോൾ 2 പേര് ഇവിടെ ഫാമിലിയോട് കൂടി വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗികളായിട്ട് അപകടമൊക്കെ നടന്ന് ബെഡ് റെസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെയൊക്കെ സഹായിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ അമ്മ പേപ്പർ കട്ടിങ് ഒക്കെ ഇട്ടിട്ട് അതിലൊക്കെ ജെന്യൂനായിരിക്കും വാർത്തകളെല്ലാം. അപ്പോൾ അതുപ്രകാരം എന്നോട് പൈസ അയച്ചു കൊടുക്കാൻ പറയും. ആ പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ നേർച്ച വസ്തുക്കളായിട്ടുള്ള തൈലം, അതുപോലെ തന്നെ തേന്, ഉപ്പ്, അത് നിരന്തരം എൻ്റെ കയ്യിലുണ്ടായിരിക്കും, എൻ്റെ ബാഗിലുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പറ്റിയോട് കൊടുക്കുന്നത്. ഇതെൻ്റെ മൂത്ത മകളാണ്. പിന്നെ 2 കുട്ടികൾ വേറെ ഉണ്ട്. 8 വർഷത്തിന് ശേഷമാണ് എനിക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ വീട്ടിലാണ്. ഇതാണ് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും. ആത്മീയമായിട്ട് സാധാരണ എല്ലാവരെ പോലെ തന്നെ ഞായറാഴ്ചകളിലൊന്നും തീരെ പോകാറില്ല, പള്ളികളിലൊന്നും. പിന്നെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എപ്പോഴെങ്കിലും കുമ്പസാരിച്ചാലായി, അങ്ങനെയായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിനക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അന്നൊരു ചലഞ്ച് പോലെയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഫെബ്രുവരി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് മാർച്ചിൽ വന്നിട്ട് എടുത്തത്. അപ്പോൾ ഫെബ്രുവരിയിൽ വന്നപ്പോൾ തന്നെ പ്രാർത്ഥന ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാ ഞായറാഴ്ചകളും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിലല്ല, മാസങ്ങളിൽ കുമ്പസാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുടുംബത്തിനും ദൈവമാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളിൽ, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. തനിക്കും തൻ്റെ കുടുംബത്തിനും